الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما سررنا وما علنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك نبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 50 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. وَإِذْ وَاعَدْنَا مُوسَى, മൂസ അലൈഹിസ്സലാമിന് നാം നിശ്ചയിച്ച് നൽകിയ സന്ദർഭം 40 ലൈല, 40 ദിവസങ്ങൾ. ثم اتخذتم العجل, ശേഷം നിങ്ങൾ സ്വീകരിച്ചു അൽ ഇജ്ല, കാളക്കുട്ടിയെ നിങ്ങൾ സ്വീകരിച്ചു അഥവാ ഇലാഹായി സ്വീകരിച്ചു. മിൻ ബഅദിഹി, അതിനുശേഷം. വഅൻതും ളാലിമൂൻ, നിങ്ങളപ്പോൾ അക്രമികളായിരുന്നു. ثم عفونا عنكم, അതിനുശേഷം അള്ളാഹു നാം നിങ്ങൾക്ക് പുറത്തു നൽകി. മിൻ ബഅദി ദാലിക്, അതിനുശേഷം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരെ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് അള്ളാഹു നൽകിയ നിഅമത്ത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ശിർക്കിലകപ്പെട്ടതിനു ശേഷം അള്ളാഹു അവർക്ക് അതിൽ നിന്നവർ തൗബ ചെയ്ത് മടങ്ങിയതിനു ശേഷം പുറത്തു നൽകി എന്നത്. അതുണ്ടായത് ഇങ്ങനെയാണ്. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് ആദ്യം 30 ദിവസങ്ങൾ നിശ്ചയിച്ചു. പിന്നീട് അതിനോട് 10 ദിവസങ്ങൾ കൂട്ടിച്ചേർത്തു. മൂസ അലൈഹിസ്സലാം ഹാറൂൻ നബിയെ ഇസ്രായേലരെ നോക്കാൻ, അവരുടെ നേതാവായി അവരുടെ കാര്യങ്ങൾ നോക്കാൻ നിശ്ചയിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം പോയ സന്ദർഭത്തിൽ അവർ മസ്റിൽ നിന്ന് അവർ വന്നത് ഖിബ്തികളുടെ പക്കൽ നിന്ന് ആഭരണങ്ങൾ പലതും വായ്പ വാങ്ങിക്കൊണ്ടായിരുന്നു. അവരൊരു ചടങ്ങിന്, വിവാഹത്തിനോ മറ്റോ പോകുന്നത് പോലെ അങ്ങനെ ധ്വനിപ്പിച്ചുകൊണ്ട് അവരോട് ആഭരണങ്ങളും മറ്റും വാങ്ങിക്കൊണ്ടായിരുന്നു മസ്റിൽ നിന്ന് പുറപ്പെട്ടത് എന്നാണ്. അങ്ങനെ അവരതുമായിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. പിന്നീട് കടൽ കടത്തി അവർ രക്ഷപ്പെട്ടതിനു ശേഷം ആ ആഭരണങ്ങൾ കൊണ്ട് സാമിരി എന്ന ഒരുവൻ അവർക്ക് ഒരു ഐജിലിനെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഐജിൽ എന്നാൽ പശുവിൻ്റെ ആൺകുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. പശുവിൻ്റെ ആൺകുട്ടി ആണ് കാളക്കുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി എന്നൊക്കെ അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത്. സാമിരി എന്ത് ചെയ്തു? സാമിരി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന സന്ദർഭത്തിൽ ഫിർഔനിനെ നശിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആ കടൽ പിളർത്തിയ സന്ദർഭത്തിനിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. തഫ്സീറുകളിൽ കാണാം, അതുപോലെ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഫഖബത്തു, സാമിരി പിന്നീട്
മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി ഫഖബദ്തു ഖബ്ദതൻ മിൻ അഥരി റസൂൽ, ഞാൻ റസൂലിൻ്റെ കാലടിപ്പാടിൽ നിന്ന് എടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ആ ജിബ്രീൽ സഞ്ചരിച്ച കുതിരയുടെ കാലടിയിൽ ഉള്ള മണ്ണ് സാമിരി എടുക്കുകയുണ്ടായി. അത് ഈ കാളക്കുട്ടിയുടെ ഉള്ളിൽ ഇട്ടപ്പോൾ അത് ജീവനുള്ളതുപോലെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി എന്നാണ്. ഒരു ശബ്ദം അത് പുറപ്പെടുവിച്ചു തുടങ്ങി. അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു അത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ സാമിരി പിന്നെ മൂസ അലൈഹിസ്സലാം ഇല്ലാത്ത സമയത്ത് ഇസ്രായേലരോട് പറഞ്ഞു, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി, ഇതാണ് നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ മാത്രമല്ല മൂസ നബിയുടെയും ഇലാഹ്. ഫനസി, പക്ഷെ മൂസ മറന്നുപോയതാണ്. മൂസ ഇവിടെ തന്നെ ഇലാഹ് ഉണ്ടായിട്ട് മൂസ അലൈഹിസ്സലാം അതാ എവിടെയോ പോയിരിക്കുകയാണ് തൗറാത്ത് വാങ്ങാൻ, ഇലാഹ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് സാമിരി പറയുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കണം, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്രയും വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്ത ഒരു ജനവിഭാഗം, ഇത്രയും വലിയ നിഅമത്ത് അള്ളാഹു നൽകിയ, അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു കൂട്ടർ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് അവർ ആണ്ടുപോകാൻ ഇത്രയും ചുരുങ്ങിയ കാലം മാത്രമേ വേണ്ടു വന്നുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം. മൂസ അലൈഹിസ്സലാം ഈ അള്ളാഹു നിശ്ചയിച്ച നാളുകൾക്ക് വേണ്ടി മാത്രം അവരിൽ നിന്ന് മാറി നിന്ന സന്ദർഭം തീർന്നില്ല. ഹാറൂൻ അലൈഹിസ്സലാം അവരിൽ ഉണ്ടായിരിക്കെ, ഹാറൂൻ നബി അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാം അവരോടത് വിലക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹാറൂൻ നബി അവരോടത് വിലക്കിയിട്ടുമുണ്ട്. ഹാറൂൻ അലൈഹിസ്സലാം അത് വിലക്കാതിരുന്നിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ അലൈഹിസ്സലാമിന് റബ്ബ് നേരത്തെ വിവരം നൽകിയിട്ടുണ്ട്, അവരിങ്ങനെ പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം. മൂസ അലൈഹിസ്സലാം വലിയ പ്രയാസത്തിലായി. തൗറാത്തിൻ്റെ പലകകൾ ഈ രംഗം നേരിട്ട് കണ്ടപ്പോൾ മൂസ അലൈഹിസ്സലാം ദേശത്തിൽ താഴെയിട്ടു എന്നാണ്. ദേശത്തിൽ അത് താഴെയിട്ടു. കാരണം കണ്ടപ്പോൾ ആ പ്രയാസം കൂടുതലായി. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൈസൽ ഖബറു കൽ മുആയന, ലൈസൽ ഖബറു കൽ മുആയന, വിവരം വന്നു കിട്ടുക എന്നതും കണ്ണുകൊണ്ട് കാണുക എന്നതും ഒന്നല്ല. കാരണം മൂസ അലൈഹിസ്സലാം അള്ളാഹു അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടാകാത്ത വൈകാരികമായ പ്രതികരണമാണ്. നേരിട്ട് ഇത് കണ്ടപ്പോൾ, ഈ ശിർക്ക് കണ്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ ഭാഗത്തുണ്ട് തൗറാത്ത് താഴെയിട്ടു എന്നാണ്, ദേഷ്യം കൊണ്ട്. അള്ളാഹു പറഞ്ഞു, വലമ്മ ورجع موسى إلى قومه غضبان أسفا, കോപാകുലനായി പ്രയാസപ്പെട്ട് സങ്കടത്തോടെയാണ് മൂസ അലൈഹിസ്സലാം ഖൗമിനരികിലേക്ക് തിരിച്ചെത്തിയത്. തൗഹീദ് ഉൾക്കൊണ്ട, അള്ളാഹുവിൻ്റെ ഹക്ക് മനസ്സിലാക്കിയ, ശിർക്കിൻ്റെ ഗൗരവം അറിയുന്ന ആളുകളുടെ സ്വഭാവമാണത്. ഇത് കണ്ടാൽ ഈ രൂപത്തിൽ പ്രതികരിക്കുക എന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശിർക്കിനോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ ശേഷം ചോദിക്കുകയാണ്, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ, ദുൽ ഖലസ എന്ന മുശ്രിക്കുകളുടെ ഇലാഹിൽ നിന്ന്, അതിൽ നിന്ന് എനിക്ക് റാഹത്ത് നൽകാൻ ആരുണ്ട്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ ശേഷം മക്കയും പരിസര പ്രദേശങ്ങളുമെല്ലാം ശിർക്കിൽ നിന്ന്, അതിൻ്റെ കൊടിയടയാളങ്ങളിൽ നിന്ന്, അതിൻ്റെ ബിംബങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന കാലമായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ, ദുൽ ഖലസയിൽ നിന്ന് എനിക്ക് റാഹത്ത് നൽകാൻ ആരുണ്ട്? ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആ താഗൂത്ത് അവിടെ ഉണ്ടായിരിക്കെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റാഹത്തില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. എനിക്ക് റാഹത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിൽ പ്രയാസമാണ്. നബി അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചോദിക്കാം, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ, ആരുണ്ട് എനിക്ക് ഈ ദുൽ ഖലസയിൽ നിന്ന് റാഹത്ത് നൽകാൻ? സഹാബത്തിൽ ചിലർ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരാണ് അന്ന് നബിയുടെ നിർദ്ദേശപ്രകാരം ഇതുപോലുള്ള തഗൂത്തുകളെ തുടച്ചു നീക്കിക്കൊണ്ടിരുന്നത്. അത് അധികാരം ലഭിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജസീറത്തുൽ അറബിനെ,
അറേബ്യൻ ഭൂഖണ്ഡത്തെ ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ചതാണ്. കാരണം ഇവിടെ ഷിർക്കിന് യാതൊരു സ്ഥാനവും ഇല്ല. ഇത് വഹീന്റെ മഹ്ബിത്താണ്, വഹി ഇറങ്ങിയ സ്ഥലമാണ്. ഇവിടെ രണ്ട് ദീനുകൾ യോജിക്കുകയില്ല. അല്ലാത്ത സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ അവിടെ കടന്നു ചെന്നാൽ, മറ്റുള്ളവരുമായി കരാറിലും മറ്റുമുണ്ടായാൽ അവിടെ നേരത്തെ ഉള്ളത് അവർ അത് അവിടെ നിൽക്കാൻ അനുവദിച്ചിരുന്നു എന്നാണ്. പക്ഷേ ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡം എന്നത് അങ്ങനെയല്ല. അവിടെ പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, നബിയുടെ വാക്ക് നോക്കൂ നിങ്ങൾ, മൻ യുരീഹുനി മിൻ ദിൽ ഖലസ. അതാണ് ശിർക്കിനോട്, അള്ളാഹു അല്ലാത്തവർ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനോട് ഒരു മുസ്ലിമൻ ഉണ്ടാകേണ്ട പ്രയാസം അതെങ്ങനെയാണ്. തൗഹീദിന്റെ വില അവൻ്റെ മനസ്സിൽ അത്രയും അധികമുണ്ട്. ശിർക്ക് സംഭവിക്കുന്നത് കൊണ്ടുള്ള പ്രയാസമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം എന്നത്. അത് കാണുക എന്നത് ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാഴ്ചയാണ്. അല്ലെങ്കിൽ അപ്പോഴാണ് അവൻ്റെ തൗഹീദ് മാറ്റുള്ള തൗഹീദായിത്തീരുന്നത്. മൂസ അലൈഹിസ്സലാം ഇത് കണ്ടു. അവിടുന്ന് തൗറാത്തിന്റെ പലകകൾ താഴെ ഇട്ടുപോയി. മാത്രമല്ല, എന്നിട്ട് ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ താടിയിലും മുടിയിലും പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഹാറൂൻ, നിനക്ക് എന്തു പറ്റി? എന്തുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നില്ല? എന്നിട്ട് ഈ കാര്യം പറഞ്ഞു തന്നില്ല. ഈ ജനത വഴിപിഴച്ചത് കണ്ടപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന ലാ തഅഖുദ് ബിലഹിയതി വലാ ബിറഅസി. എൻ്റെ ഉമ്മയുടെ മകനെ, എന്താണ് എൻ്റെ സഹോദര എന്ന് വിളിക്കുന്നതിനപ്പുറത്ത് ഉപ്പയൊത്ത സഹോദരനാണിത്. ആ വിളിയാണത്. യബ്ന ലാ തഅഖുദ് ബിലഹിയതി വലാ ബിറഅസി. എൻ്റെ താടിക്കും മുടിക്കും പിടിച്ചു വലിക്കല്ലേ. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ചില ആയത്തുകളിൽ കാണാം, വകാദു യഖ്തുലൂനനി, അവരെന്നെ കൊല്ലാനായി എന്നാണ്. അത്രയും അത് എതിർത്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചില വിവരദോഷികൾ പറയാറുണ്ട്, ഹാറൂൻ അലൈഹിസ്സലാം ഇസ്രായേലരുടെ ഐക്യം തകരുമെന്ന് പേടിച്ച് അവിടെ മിണ്ടാതിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കണം നിങ്ങൾ, ഇത് നമ്മുടെ നാട്ടിലെ ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞു വെച്ചതാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം ഇസ്രായേലരുടെ ഐക്യം തകരുമെന്ന് പേടിച്ച് ഒന്നും മിണ്ടാതിരുന്നു. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആനിൽ കാണാം, വകാദു യഖ്തുലൂനനി, അവരെന്നെ കൊല്ലാനൊരുങ്ങി എന്ന്. അവരെന്നെ കൊല്ലാൻ പോയി എന്ന് കാണാം. എന്തിനാണ് കൊല്ലാൻ പോയത്? അതിനെ എതിർത്തത് കൊണ്ടാണ്. മൂസ അലൈഹിസ്സലാം അവർക്ക് നേരെ തിരിഞ്ഞു, ആളുകളോട് അതേക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളോട് ചെയ്ത കരാർ ലംഘിച്ചതല്ല, പക്ഷെ സാമിരിയാണ് ഈ ചെയ്ത് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോയത്, സാമിരിയാണ്. അവരതിൽ ഖേദിച്ചു ആ ചെയ്തു പോയതിൽ. മൂസ അലൈഹിസ്സലാം സാമിരിയുടെ അരികിലേക്ക് ചെന്നു. സാമിരിയോട് ചോദിച്ചു, എന്താണ് നിന്റെ കാര്യം? സാമിരി പറഞ്ഞു, എനിക്കിങ്ങനെ ചെയ്യാനാണ് എൻ്റെ മനസ്സ് തോന്നിച്ചത്. ഞാൻ ജിബ്രീലിൻ്റെ, ഈ റസൂലിൻ്റെ അഥവാ ജിബ്രീലിൻ്റെ കാലടിപ്പാടുകളിൽ നിന്ന് കണ്ടു. എന്നിട്ട് ഈ കാളക്കുട്ടിയിലിട്ടു. അപ്പോൾ അത് ശബ്ദമുണ്ടാക്കി. ഇതാണ് എനിക്ക് തോന്നിയത് എന്ന്. സാമിരി നോക്കൂ, അവരെ ആ ഷിർക്കിലേക്ക് കൊണ്ടുപോയി. ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ഷിർക്കിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്തു. ബിദ്അത്ത് നിർമ്മിച്ചുണ്ടാക്കുന്ന ഏതൊരാളും സാദൃശ്യപ്പെടുന്നത് സാമിരിയോടാണ് എന്നാണ്. അവൻ അതിൻ്റെ ചുറ്റും ചില ശബ്ദമുണ്ടാക്കുകയും മറ്റൊക്കെ ചെയ്തു എന്ന് തഫ്സീറുകളിൽ കാണാം. ചില പണ്ഡിതന്മാർ, മുൻഗാമികളായ ചില പണ്ഡിതന്മാർ ദിക്റുകളും അതുപോലെ ദുആകളും മറ്റും ചൊല്ലിക്കൊണ്ട് പാടുന്ന ചാടിക്കളിക്കുന്ന ആളുകളെയൊക്കെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് സാമിരിയോടാണ്. മൂസ അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, ഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്, നിനക്ക് ഈ ജീവിതത്തിൽ ഇനിയുള്ളത് എന്നെ തുടരുത് എന്ന് പറയലാണ്. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാം അവന് ഭ്രട്ട് കൽപ്പിച്ചു, അവനെ ഹജ്ർ ചെയ്തു, ജനങ്ങളോട് അവനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ബിദ്അത്തിന്റെ കക്ഷികളുമായി അകന്നു നിൽക്കണം എന്നതിന് ഖുർആനിലെ തെളിവുകളിൽ ഒന്നാണ്. അവരുമായി അകന്നു നിൽക്കണം എന്നതിനുള്ള തെളിവാണ്. നിന്നെ ഇനി സ്പർശനമില്ല എന്ന് പറയലാണ് നിന്റെ അവസ്ഥ. നീ നിന്റെ ഇലാഹിനെ നോക്കൂ. ഫൻദുർ ഇലാ ഇലാഹിക അല്ലദി ളൽത അലൈഹി ആകിഫ, നീ ഇതുവരെ ആരാധിച്ച നിന്റെ ഇലാഹിനെ നോക്കൂ. ഞങ്ങൾ എന്ത് ചെയ്യും അതിനെ? ലനുഹർരിഖന്നഹു, അതിനെ ഞങ്ങൾ കരിച്ചു കളയും. സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ,
കടലിൽ പൊടിച്ച് ചാരമാക്കി കടലിൽ ഒഴുക്കിക്കളയും, ഒരു അസറും അവശേഷിപ്പിക്കാതെ. ഇനി ഒരാൾക്കത് തോന്നാത്ത വിധത്തിൽ. ഇതാണ് മൂസ അലൈഹിസ്സലാം ഒടുവിൽ ചെയ്തത്. ഈ സംഭവം നോക്കൂ, ഇസ്രായേലരിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ്. അവർ അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ യഹൂദികൾ പറയാറുണ്ട്, അവരുടെ വാദമായ ഖുർആനിൽ തന്നെ ഇനിയുള്ള ആയത്തുകളിൽ അത് കാണാം, ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെ ഇല്ല അയ്യാമ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ മാത്രമേ നരകത്തിൽ ഞങ്ങൾ കിടക്കൂ എന്നാണ്. അത് കഴിഞ്ഞ് അള്ളാഹു നമ്മളെ മോചിപ്പിക്കും. അവർ പറയാറുണ്ട്, അത് ഞങ്ങൾ പണ്ട് ഇജ്ലിനെ, ആ പശുക്കുട്ടി ആരാധിച്ച 40 ദിവസങ്ങൾ മാത്രമാണ്, അതിനപ്പുറത്ത് അള്ളാഹു നമ്മളെ നരകത്തിലാക്കുകയില്ല എന്നാണ് ഇസ്രായേലരുടെ വാദം. യഹൂദികൾക്ക് ആ വാദമുണ്ട്. അവർക്കറിയാം തങ്ങൾക്ക് ഈ തെറ്റ് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നു. എന്നിട്ട് ഈ കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവരുടെ തൗബക്ക് വേണ്ടി ചില നിബന്ധനകൾ അള്ളാഹു വെച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആയത്തുകളിൽ അത് കാണാം. ഈ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്. 40 ദിവസം മൂസ അലൈഹിസ്സലാമിന് നാം നിശ്ചയിച്ചു നൽകി. എന്നിട്ട് നിങ്ങൾ ഐജിലിനെ കാളക്കുട്ടിയെ അല്ലെങ്കിൽ പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചു. ബഅദി, അതിനുശേഷം വഅൻതും ബാലിമൂൻ, നിങ്ങളത് ചെയ്യുമ്പോൾ അക്രമികളായിരുന്നു. ദുൽമാണ് നിങ്ങൾ ചെയ്തത്, ഏറ്റവും വലിയ ദുൽ, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുക എന്ന ദുൽ. നിങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്നാണ് ആ ജനങ്ങളുടെ ബുദ്ധി. ഈ ഒരു മനുഷ്യൻ അവരെ അതിൽ വട്ടം കറക്കിയത്, അവരുടെ ബുദ്ധി തിരിച്ചുവിട്ടത്. എന്തൊരു വലിയ ബുദ്ധിമോശമാണ് അവർ ചെയ്തതെന്ന് ചിന്തിച്ചു നോക്കൂ. എന്ന് മാത്രമല്ല, അതിൽ പാഠമുണ്ട്. ശിർക്ക് ആളുകളിലേക്ക് കടന്നു വരാൻ അധിക കാലമൊന്നും വേണ്ടിവരികയില്ല. ആരിൽ? തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ, തൗഹീദ് തിരിച്ചറിഞ്ഞ ആളുകളിൽ പലവിധ രൂപത്തിൽ, പല രൂപങ്ങളിൽ ശിർക്ക് ആളുകളിലേക്ക് കടന്നു വരും. നിങ്ങൾ നോക്കൂ, ഇത്തരം പൈശാചികമായ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് ജനങ്ങളിലേക്ക് കടന്നു വരുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ എത്ര പെട്ടെന്നാണ് ശിർക്കിലേക്ക് പടിപടിയായി കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നിതാ തൗഹീദ് പഠിച്ചു മനസ്സിലാക്കിയ എത്രയോ ആളുകൾ അത് ആവർത്തിക്കാത്തത് കൊണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ട് എന്തു സംഭവിച്ചിരിക്കുന്നു? ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളുടെയും ആധുനിക രൂപങ്ങൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള ചികിത്സാ രീതികൾ. മുവഹിദുകളാണെന്ന് പറയുന്ന ആളുകൾ അത്തരം രീതികൾക്ക് പിന്നാലെ പോയിരിക്കുന്നു. എന്താണ് കൃത്യമായി ഇതിലെ നടപടിക്രമം എന്ന് പലർക്കും അറിയുകയില്ല. മറിച്ച് ചില ആളുകൾ ചികിത്സിക്കുന്നുണ്ട്, അത്ര ഫോൺ വിളിച്ചിട്ട് ചികിത്സിക്കുക. ഇന്നാൾ അയാളോട് സംസാരിച്ചു, അയാൾ ഫോണിലൂട്ട രോഗം മാറ്റും അത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ട് ആളുകളെ കണ്ണടപ്പിച്ച് പലതും പറഞ്ഞ്, പഴയകാലത്തെ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാക്കാൻ, നിങ്ങളുടെ ശ്രദ്ധ ഒന്നിൽ കേന്ദ്രീകരിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് യാതൊരു വ്യക്തതയുമില്ലാത്ത കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കാണാം. എത്രയോ തൗഹീദുള്ള, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന മൗലിദിനും റാത്തീബിനും ഒന്നും പോകാത്ത, ദർഗകളിലേക്ക് പോകാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഇതിൽ പലതും നോക്കൂ, ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച കാര്യങ്ങളല്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ ദീനിൽ പ്രശ്നമില്ലാത്തതിലേതെങ്കിലും ഒരു വശം എടുത്തിട്ട് പറയും. എന്നിട്ട് പറയും, എന്താണ് ഇതിലെന്താണ് കുഴപ്പം എന്ന് ചോദിക്കും. എന്നല്ല, അതോ അപ്പുറത്തുള്ളതോ എന്താണ്? ഇതിലെ ഏതൊരു കാര്യത്തിനും ഈ ദീനിൽ അള്ളാഹു അനുവദിച്ചതിൽ നിശ്ചിത സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാലൂമായി ആളുകൾക്ക് അറിയുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന, ആർക്കും വിശദീകരിക്കാൻ സാധിക്കുന്ന മാർഗമായിരിക്കണം. ഒരു രോഗത്തിന് ഇന്ന ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചികിത്സ ഇതിന് ഫലപ്പെടുന്നത് എന്നത് വ്യക്തമായിരിക്കണം. അതിന് പറയുന്ന സബബ്, ആ കാരണം അത് വ്യക്തമായിരിക്കണം. അതല്ലാതെ അവ്യക്തമായ കാര്യങ്ങളാണോ ഒരു മുസ്ലിം അതിനോട് ജാഗ്രതയോടെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കാരണം എത്രയോ ചികിത്സകൾ ഈ രൂപത്തിൽ സിഹറുമായും അതുപോലെ ശിർക്കുമായും ബന്ധപ്പെട്ട ചികിത്സകളാണ്. വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. തൗഹീദുള്ള ആളുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അവരിലെല്ലാവരും അവിടെ ഏതെങ്കിലും ഒരു തവണ പോയാൽ അവനൊക്കെ മുശ്രിക്കായി എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ പോകുന്ന വഴി പലപ്പോഴും അപകടം പിടിച്ച വഴിയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം പഠിച്ചറിഞ്ഞ് അതിലൊക്കെ ചെന്നിറങ്ങി തിരിച്ചു വന്ന പലരും പറയുന്നു ഇതിൽ ഇങ്ങനെയുള്ള സംഗതികളുണ്ട് എന്ന്.
അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. ഷിർക്ക് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് കടന്നു വരും. തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് വലിയ ഉദാഹരണമാണ് ഈ ജനതയുടെ കഥ. എത്ര പെട്ടെന്നാണ് അവർ ഷിർക്കിലേക്ക് പോയത്. ഈ കാളക്കുട്ടി അവർ ആരാധിക്കുന്നതിലേക്ക് എത്തിയത് വളരെ എളുപ്പത്തിലാണ്, വളരെ പെട്ടെന്നാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കിട്ടിയതിനു ശേഷം കാണിച്ച നന്ദികേടാണിത്. അത് നോക്കൂ, മനുഷ്യരുടെ സ്വഭാവമാണ്. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ നിന്നും കിടന്നും ഇരുന്നുമെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഈ പ്രയാസം ഒന്ന് മാറിയാൽ ഞാൻ അങ്ങനെ ആയിക്കൊള്ളാം, ഇങ്ങനെ ആയിക്കൊള്ളാം എന്നവൻ ചിലപ്പോൾ നാവുകൊണ്ട് പറഞ്ഞില്ല എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ അതൊക്കെ ഉണ്ടാവും. പ്രയാസം അങ്ങ് നീങ്ങിയാൽ അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരി മസ്സ, അവന് ബാധിച്ച പ്രയാസത്തിന്റെ പേരിൽ നമ്മെ വിളിച്ചിട്ടേ ഇല്ല അവൻ, നമ്മോട് ദുആ ചെയ്തിട്ടേ ഇല്ല അവൻ എന്നതുപോലെയാണ് അവൻ പോകുന്നത്. എത്ര തവണയാണ് അള്ളാഹുവിനോട് കേണ് ദുരിതങ്ങൾ മാറ്റാൻ നമ്മൾ ദുആ ചെയ്ത്, പക്ഷേ പോയപ്പോൾ അള്ളാഹുവിനെ മറന്നുപോകുക. ഇത് മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അവൻ്റെ നന്ദികേടിൻ്റെ സ്വഭാവമാണത്. അള്ളാഹു ഇസ്രായേലിനെ കുറിച്ച് ഈ കാര്യത്തിൽ ആ പാഠമുണ്ട്. അള്ളാഹു പറയുന്നു സുമ്മ അഫൗന അൻകും, പിന്നെ നാം നിങ്ങൾക്ക് പുറത്തു തന്നു മിൻ ബഅദി ദാലിക, അതിനുശേഷം ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ. എത്ര തവണയാണ് അള്ളാഹു അവൻ്റെ ആഫുമായി ആളുകൾക്ക് അവൻ്റെ റഹ്മത്ത് ചൊരിയുന്നത്, മാപ്പ് നൽകുന്നത്? എത്ര തവണ ഈ നിഅമത്തുകളെല്ലാം നൽകിയതിനു ശേഷം പിന്നെയും അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടും അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നു. അടുത്ത ആയത്ത് നോക്കുക. അള്ളാഹു പറയുന്നു വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ. വഇദ് ആതൈന, നാം നൽകിയ സന്ദർഭം, മൂസ അലൈഹിസ്സലാമിന് നൽകിയ സന്ദർഭം, അൽ കിതാബ, ആ ഗ്രന്ഥം, വൽ ഫുർഖാന, അതുപോലെ സത്യാസത്യ വിവേചനം, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗത്തിലാകാൻ വേണ്ടി. ഇത് അള്ളാഹു ഇസ്രായേലിയർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹു അവർക്ക് തൗറാത്ത് അവതരിപ്പിച്ചു എന്നത്. ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വനൂർ, നാം തൗറാത്ത് അവതരിപ്പിച്ചു, അതിൽ എന്തുണ്ട്? ഹുദ വനൂർ, അതിൽ സന്മാർഗമുണ്ട്, വെളിച്ചമുണ്ട്. യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു ലില്ലദീന ഹാദു വറബ്ബാനിയൂന വൽ അഹ്ബാറു ബിമസ്തുഹ്ഫിദു മിൻ കിതാബില്ലാഹ് വകാനു അലൈഹി ശുഹദാ. ആ കിതാബ് കൊണ്ട് നബിമാർ ഇസ്രായേലർക്ക് വേണ്ടി, യഹൂദർക്ക് വേണ്ടി വിധി കൽപ്പിക്കുകയുണ്ടായി. അതിൽ നമുക്ക് മനസ്സിലാക്കാം തൗറാത്ത് അവർക്ക് നൽകപ്പെട്ട കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്. ഇഞ്ചീലിനേക്കാൾ ശ്രേഷ്ഠമായ കിതാബാണേത്? തൗറാത്ത്. എന്തുകൊണ്ട്? കാരണം ഇഞ്ചീൽ യഥാർത്ഥത്തിൽ തൗറാത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ചില നിയമങ്ങൾ അള്ളാഹു അവർക്ക് പരിഷ്കരിച്ച് നൽകിയത് മാത്രമാണ് ഇഞ്ചീലിലുള്ളത്. അള്ളാഹു നേരത്തെ അവർക്ക് ഹറാമാക്കിയ ചിലത് ഇഞ്ചീലിലൂടെ അള്ളാഹു അവർക്ക് ഹലാലാക്കി നൽകി. അവരുടെ അതിക്രമം കാരണത്താൽ അള്ളാഹു അവർക്ക് വിലക്കിയ ചിലതുണ്ടായിരുന്നു. ഇഞ്ചീലിലൂടെ അള്ളാഹു അത് അവർക്ക് ഹലാലാക്കി നൽകി. ഇഞ്ചീലിൽ കൂടുതൽ ഉണ്ടായത് എന്താണ്? സാരോപദേശങ്ങൾ, വഅളുകൾ, അവർക്ക് അവരുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, സതുപദേശങ്ങൾ, സാരോപദേശങ്ങൾ, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന അത്തരം കാര്യങ്ങളാണ്. ഒരു വഅളിൻ്റെ, ഒരു ഉപദേശത്തിൻ്റെ ശൈലിയുണ്ട്. അതാണ് കൂടുതൽ എവിടെ ഉള്ളത്? ഏതിലുള്ളത്? ഇഞ്ചീലിലുള്ളത്. എന്നാൽ തൗറാത്തിൽ അഹ്കാമുകൾ കൂടുതലുള്ള തൗറാത്തിലാണ്. വിധിവിലക്കുകൾ, ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, അങ്ങനെയുള്ള കൽപ്പനാ നിർദ്ദേശങ്ങൾ അടക്കുന്ന കാര്യങ്ങൾ ഏതിലാണുള്ളത്? തൗറാത്തിലാണ് കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ തൗറാത്തിൻ്റെ ശൈലി അത് കൂടുതൽ കടുപ്പമുള്ളതും ശക്തവുമാണ്. ഇഞ്ചീലിലേത് ഒന്നുകൂടി മയപ്പെട്ടതും അതുപോലെ മൃദുലവുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് രണ്ടുമാണ് ഖുർആൻ ഇത് രണ്ടുമാണ്. അതാണ് ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം. രണ്ടും ഖുർആനിലുണ്ട്. രണ്ടും നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. നോക്കൂ, തൗറാത്ത് അത് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ചു. ശേഷം വന്ന നബിമാർ, ഇസ്രായേലരിലെ ധാരാളം നബിമാർ യഹൂദരിൽ വിധി കൽപ്പിച്ചത് തൗറാത്ത് അനുസരിച്ചാണ് വിധി കൽപ്പിച്ചത്. മൂസ അലൈഹിസ്സലാം മാത്രമല്ല, ശേഷം വന്ന ധാരാളക്കണക്കിന് നബിമാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഖുർആനിലും അതുപോലെ
മറ്റുള്ള അസറുകളിലും മറ്റും തൗറാത്തിനെയും ഖുർആനിനെയും താരതമ്യം ചെയ്തിട്ട് രണ്ടും കൂട്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഓ നബിയെ അവരോട് പറയുക, ഖുൽ ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാഹി ഹുവ അഹ്ദാ മിൻഹുമാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നൊരു കിതാബ് കൊണ്ടുവരൂ. ഈ കിതാബ് പോരാ എന്നാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്നൊരു കിതാബ് കൊണ്ടുവരൂ. ഹുവ അഹ്ദാ മിൻഹുമാ, ഈ രണ്ട് കിതാബിനേക്കാൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കിതാബ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഏതായി രണ്ട് കിതാബ്? തൗറാത്തും ഖുർആനുമാണ്. തൗറാത്തും ഖുർആനും രണ്ടുമല്ലാത്തൊരു കിതാബ് കൊണ്ടുവരും എന്നാണ്. എന്തുകൊണ്ടാണ് തൗറാത്തും ഖുർആനും എന്ന് പറയുന്നത്? കാരണം ഖുർആനോട് കൂടുതൽ സാദൃശ്യമുള്ളത് ഇഞ്ചീലിനേക്കാൾ ഏതിനാണ്? തൗറാത്തിനാണ്. വിധിവിലക്കുകൾ കൂടുതൽ അതിലാണ് ഉള്ളത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ജിന്നുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചുപോയി ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിനു ശേഷം, മൂസാ നബിക്ക് ഇറങ്ങിയ കിതാബിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു കിതാബ് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചതിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ നബിയെയും കൂട്ടി വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് ചെന്നു. ഖദീജയുടെ പിതൃ സഹോദരപുത്രനായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. വളരെയേറെ പ്രായം ചെന്നിരുന്ന, കാഴ്ച പോയിരുന്ന ആളാണ്. അദ്ദേഹം ജാഹിലിയത്തിൽ നസ്രാനിയത്ത് സ്വീകരിച്ച ആളായിരുന്നു. അദ്ദേഹം ഹീബ്രു ഭാഷയിൽ നിന്ന് ഇഞ്ചീലിൽ നിന്ന് പകർത്തി എഴുതുമായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവം പറഞ്ഞപ്പോൾ, ഇന്ന അനുഭവം ഉണ്ടായി, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. വറഖത്ത് ഇബ്നു നൗഫൽ അത് കേട്ടപ്പോൾ പറഞ്ഞു, ഹാദൻ നാമൂസ് അല്ലദീ ഉൻസില ഇലാ മൂസ, ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്ന നാമൂസാണ്. നാമൂസ് എന്നാൽ രഹസ്യമായി വിവരം കൊണ്ടുവരുന്ന ആൾക്കാണ് നാമൂസ് എന്ന് പറയുക. പക്ഷേ രഹസ്യമായി കൊണ്ടുവരുന്ന നല്ല വിവരം ആണ് എങ്കിൽ അതിന് നാമൂസ് എന്ന് പറയും. രഹസ്യമായി മോശം വിവരം കൊണ്ടുവരുന്ന ആളെ ജാസൂസ് എന്ന് പറയും. ചാരന് അറബിയിൽ പറയുന്ന വാക്കാണെന്ത്? ജാസൂസ്. അതുപോലെ ഐൻ എന്നും പറയും. ഐൻ എന്നാൽ എന്താണ്? ചാരൻ എന്ന അർത്ഥത്തിൽ ഐൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഐൻ കാരണം ഒരു കണ്ണവിടെ കൊണ്ടുവച്ചതുപോലെയാണ് ഐൻ. അപ്പോൾ നോക്കൂ, വറഖത്ത് ഇബ്നു നൗഫൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണ് വറഖ പറയുന്നത്, താങ്കളുടെ ജനങ്ങൾ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, താങ്കളുടെ ജനങ്ങൾ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആശ്ചര്യമായി തോന്നി. കാരണം മക്കക്കാർ അത്രയും നബിയെ സ്നേഹിക്കുന്നവരാണ്. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ലം യഅതി റജുലുൻ ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദി, ഈ താങ്കൾക്ക് വന്നു കിട്ടിയതുപോലെ ഏതൊരാൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ, അവർ ഏതൊരു നബി മുമ്പ് വന്നിട്ടുണ്ടോ, ഇല്ല ഊദി, അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു യുവാവായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വലിയ സഹായിക്കുമായിരുന്നെന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയും അവിടെ നിന്ന് പിരിഞ്ഞു. വറഖത്ത് ഇബ്നു നൗഫൽ പിന്നീട് അധികകാലം വൈകാതെ മരണപ്പെട്ടു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ഇബ്നു നൗഫൽ സ്വർഗ്ഗത്തിലാണ് എന്നറിയിക്കുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന ഹദീസുകൾ വന്നത് കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് വറഖത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ആ ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിച്ചത് കാണാം. അപ്പോൾ നോക്കൂ, അവിടെയും ആ ഹദീസിലും കാണാം ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്ന ജിബ്രീലാണ്, മലക്കാണ് എന്ന്. അതുകൊണ്ടാണ് ഈ കിതാബുകൾ അത് പരസ്പര സാദൃശ്യമുള്ള കിതാബുകളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇസ്രായേലർക്ക് വലിയ നിഅമത്താണ് അതിൽ ചൊരിഞ്ഞിട്ടുള്ളത്. യഹൂദികൾ പറയാറുണ്ട് ഈ കാലത്തും, എന്ത്, നമ്മൾ ഇസ്ലാമിലേക്കോ അല്ലെങ്കിൽ നസ്രാനിയത്തിലേക്കോ ക്ഷണിച്ചാൽ യഹൂദികൾ പറയും, ഞങ്ങളുടെ തൽമൂദിൽ എല്ലാം ഉണ്ട്, ഇനി വേറൊന്നിൻ്റെ ആവശ്യമില്ല, എല്ലാ വിധിവിലക്കുകളും അതിലുണ്ട് എന്ന് ഖൗം പറയാറുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ വിധിവിലക്കുകൾ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതിൽ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇഞ്ചീലിലും അതെ, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിലെല്ലാം ഉള്ളതുപോലെ. പക്ഷേ ആ കിതാബ് വിശ്വസിച്ചവരാകണോ, അള്ളാഹു അവതരിപ്പിച്ച ബാക്കി കിതാബ് വിശ്വസിക്കണം. ഖുർആനെ വിശ്വസിക്കാതെ ഒരുവൻ തൗറാത്തിൽ വിശ്വസിച്ചിട്ടില്ല, ഇഞ്ചീൽ വിശ്വസിച്ചിട്ടില്ല,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ഒരുവൻ മൂസാ നബിയിൽ വിശ്വസ്തനാവുകയില്ല, ഈസാ നബിയിൽ വിശ്വസിച്ചവനാവുകയില്ല. അതുകൂടാതെ അതിൽ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തി, പലതും അവർക്കിഷ്ടമില്ലാത്ത ഒഴിവാക്കി, അവർക്കിഷ്ടമുള്ളത് പലതും അതിൽ കൂട്ടിച്ചേർത്തു. അത് സൂക്ഷിക്കാൻ അള്ളാഹു അവരെ ഏൽപ്പിച്ചിരുന്നു, അവരിലെ പണ്ഡിത പുരോഹിതരെ. അവരത് മറച്ചു വെച്ചു, മൂടി വെച്ചു, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല. എന്നാൽ ഈ ഖുർആൻ അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു അതിൻ്റെ പാഠം എളുപ്പമാക്കി, പഠനം എളുപ്പം. ഇത് പുരോഹിതന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, ഈ ഉമ്മത്തിലെ ഓരോ കുട്ടിയും പഠിക്കുന്നതാണ്. ആർക്കും ഇത് എളുപ്പമാണ്. ഖുർആനിൻ്റെ വിജ്ഞാനമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ് ഏറ്റവും എളുപ്പമുള്ള വിജ്ഞാനം. അള്ളാഹു അതാണ് പറയുക, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഷെയ്ഖ് നാസിറുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, നിങ്ങൾക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട ഏതേത് വിജ്ഞാന ശാഖകളും, ഖുർആനുമായി ബന്ധമുള്ള ഏത് വിജ്ഞാന ശാഖകളും എടുത്താൽ അത് ഏറ്റവും എളുപ്പമാണെന്ന് കാണാം. ഖുർആൻ അള്ളാഹു എളുപ്പമാക്കി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമാണിത്. ഇങ്ങനെ അള്ളാഹു കിതാബ് അവർക്കിറക്കി. ഏതാണ് കിതാബ്? തൗറാത്താണ് കിതാബ്. വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന, നാം ഫുർഖാനും ഇറക്കിയിരിക്കുന്നു. എന്താണ് കിതാബിനെയും ഫുർഖാനിനെയും വേറെ വേറെ പറഞ്ഞത്? ഫുർഖാൻ സത്യാസത്യ വിവേചനം എന്നത് തൗറാത്തിൻ്റെ വിശേഷണമാണ്. തൗറാത്തിൽ അള്ളാഹു സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ഖുർആനെ കുറിച്ചും അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് ഫുർഖാനാണ്, സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലാകാൻ വേണ്ടി. ഇത് അള്ളാഹു ഇസ്രായേലർക്ക് നൽകിയ നിഅമത്തായി അവൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്താണ് അവൻ നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു നൽകി എന്നത്. അൽ മുഅ്ജിസത്തുൽ ഖാലിദ, എന്നെന്നും നിലനിൽക്കുന്ന നമ്മുടെ നബിയുടെ മുഅ്ജിസത്താണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ, അവിടുത്തേക്ക് അള്ളാഹു നൽകിയ ആയത്തുകൾ അഥവാ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ അനേകമാണ്. ഒരു നബിക്കും നൽകാത്ത അത്ഭുത സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ അള്ളാഹു ആർക്ക് നൽകിയിട്ടുണ്ട്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും മുഅ്ജിസത്ത് നൽകപ്പെട്ട നബി ആരാണ്? നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും തെളിവുകൾ, നുബുവത്തിന്റെ തെളിവുകൾ നമ്മുടെ നബിക്കാണുള്ളത്. കാരണം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെയുള്ള മനുഷ്യരിലേക്കുള്ള നബിയാണ്. നബിയുടെ മുഅ്ജിസത്തുകൾ ക്രോഡീകരിക്കപ്പെട്ട പ്രത്യേകം ഗ്രന്ഥങ്ങൾ തന്നെ കാണാം. നബിയുടെ മുഅ്ജിസത്തുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അത്ഭുതകരമായ മുഅ്ജിസത്തുകളാണ്. അതിൽ ഏറ്റവും വലുതേതാണ്? ഖുർആനാണ്. ഖുർആൻ അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അത് അള്ളാഹു അവതരിപ്പിച്ചു എന്നത് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ്? അത് പഠിച്ചുകൊണ്ട് അതുപോലെ അത് ഹെഫളാക്കിക്കൊണ്ട്, അത് കേട്ടുകൊണ്ട്. കേൾക്കുക ഇബാദത്താണ്. അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ തഫ്സീർ വിശദീകരണം മനസ്സിലാക്കിക്കൊണ്ട്, അത് അമലാക്കിക്കൊണ്ട്. അതാണ് ഏറ്റവും വലുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അമലാക്കലാണ്, പ്രാവർത്തികമാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതിനാണ് അള്ളാഹു അത് അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അതനുസരിച്ച് ജീവിക്കലാണ്. പാരായണമോ ഹിഫ്ളോ ഖുർആൻ കേൾക്കലോ അതിൻ്റെ വിശദീകരണം പഠിക്കലോ ഒന്നും അല്ല ഏറ്റവും വലുത്. ഏറ്റവും വലുത് ഏതാണ്? അമലാക്കലാണ്, അത് പ്രാവർത്തികമാക്കലാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ്. അതാണ് ഏറ്റവും വലുത്. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അത് കേൾക്കുക, അതുപോലെ അത് പാരായണം ചെയ്യാൻ പഠിക്കുക, ധാരാളമായി പാരായണം ചെയ്യുക, ഹെഫ്ളാക്കുക, തഫ്സീർ പഠിക്കുക, അമലാക്കുക. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? അമലാക്കലാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ ഖുലുഖ് ഖുർആനാണ്. എന്നാൽ ഖുലുഖ് ഖുർആനാണെന്ന് പറഞ്ഞാൽ അഥവാ ഖുർആൻ എന്ത് കൽപ്പിച്ചോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കും. ഖുർആൻ എന്ത് വിലക്കിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കും. ഖുർആനിലെ പാഠങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, അതിലെ ചരിത്രങ്ങളിലെ ഗുണപാഠങ്ങൾ അത് മനസ്സിലാക്കും, അതിൻ്റെ അത്ഭുതങ്ങളിൽ നിൽക്കും, അതുപോലെ അത് പ്രാവർത്തികമാക്കും. അതിലെ സംസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരം. ഖുർആനിലെ സ്വഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ ഖുലുഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനാണ്. ഖുർആനിലെ മര്യാദകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദകൾ. ഖുർആൻ അതിൻ്റെ പ്രാവർത്തിക രൂപം നീ നോക്കണോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ
ഓരോ ആയത്തോതി ഇതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്, ഇതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതല്ല നമ്മൾ പൊതുവെ ഹദീസുകൾ നോക്കി നമ്മൾ കാണുക. മറിച്ച് എന്താണ് കാണുക? നബി അങ്ങ് ജീവിച്ച് കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് ജീവിച്ച് കാണിച്ചു. കാന ഖുൽഖുഹു അൽ ഖുർആൻ വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ ഹിദായത്തിലാകാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് കിതാബും ഫുർഖാനും അവതരിപ്പിച്ചു തന്നു. കിതാബിൻ്റെ വിശേഷണമാണ് ഫുർഖാൻ. നോക്കൂ അടുത്ത ആയത്ത്. ഇത് നേരത്തെ പറഞ്ഞ സംഭവത്തിലെ ബാക്കിയാണ്. അഥവാ അവർ ഐജിലിനെ, കാളക്കുട്ടി ആരാധിച്ചപ്പോൾ അള്ളാഹു അവരോട് തൗബയായി നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞ നിബന്ധന ഇതായിരുന്നു. അവർ ചെയ്ത തെറ്റ് അത്രയും ഗുരുതരമായതുകൊണ്ട് തൗബക്ക് അള്ളാഹു വച്ച നിബന്ധനയും വളരെ കടുത്തതായിരുന്നു. എന്താണത്? നോക്കൂ, അതാണ് അടുത്ത ആയത്തിൽ. വൈദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാം അവിടുത്തെ ജനതയോട് പറഞ്ഞ സന്ദർഭം. യാ ഖൗമി, ഓ എൻ്റെ ജനങ്ങളെ, ഇന്നക്കും ളലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു. ബിത്തിഖാദികുമുൽ ഇജ്ല, ഈ ഐജിലിനെ, ഈ പശുക്കുട്ടിയെ സ്വീകരിച്ചുകൊണ്ട്, അതിനെ ആരാധിച്ചുകൊണ്ട്, ഇലാഹായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു. ഫതൂബൂ ഇലാ ബാരിഇക്കും, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൂ. ഇലാ ബാരിഇക്കും, ആരിലേക്ക്? നിങ്ങളുടെ ബാരി ആയ അഥവാ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുലേക്ക്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ ബാരിഉ. അൽ ബാരിഉ, അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിർ. ഖുർആനിൽ വന്നില്ലേ? അള്ളാഹു ഖാലിഖാണ്, ബാരി ആണ്, മുസവ്വിറാണ്. നോക്കൂ, ഖാലിഖ് സൃഷ്ടാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാരി എന്നാലും സൃഷ്ടാവ് എന്നാണ് അതിനർത്ഥം. പക്ഷേ വല്ലാഹു അലം, അള്ളാഹു റബ്ബുൽ രൂപപ്പെടുത്തുന്നതിന്, രൂപപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഏത് പേരുപയോഗിക്കും? ഖാലിഖ് എന്ന പേര് ഉപയോഗിക്കും. അതുകൊണ്ടാണ് അഹ്സനുൽ ഖാലിഖീൻ എന്നതിന് തഫ്സീറായി വന്നിട്ടുള്ളത്. അവൻ ഖാലിഖുകളിൽ ഏറ്റവും നല്ല ഖാലിഖാണ്. അള്ളാഹു അല്ലാതെ വേറൊരു സൃഷ്ടാവില്ല. പക്ഷേ അവൻ ഏറ്റവും നന്നായി രൂപപ്പെടുത്തുന്നവനാണ്. ഒരു കാര്യത്തിന് രൂപം നൽകുക. ഒരു ചെരുപ്പ്, അത് ഒരു ഷേപ്പിൽ മുറിക്കുക, തുന്നുക, അതിന് ഖൽഖ് എന്ന പദം പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗമുണ്ട് അറബിയിൽ. കാരണം രൂപം നൽകുക എന്ന അർത്ഥത്തിൽ. അതാണ് ഏത് ആയത്തിൻ്റെ തഫ്സീർ? അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അവൻ ഖാലിഖുകളിൽ ഏറ്റവും നല്ല ഖാലിഖാണ്, ഏറ്റവും നന്നായി രൂപം നൽകുന്നവനാണ്, ഏറ്റവും സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നല്ല സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം സൃഷ്ടാവ് ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. എന്നാൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നതാണ് അത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. വല്ലാഹു അലം, വല്ലാഹു അലം. ഖുർആനിൽ വേറെയും ഇടങ്ങളിൽ ആ വാക്ക് വന്നത് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏതും അറിയും, അള്ളാഹു ഏതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അതിനെ പടക്കുന്നതിന് മുമ്പ് എന്ത് നിങ്ങളെ ബാധിച്ചോ അത് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അള്ളാഹു പറഞ്ഞ എന്താണ്? മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഈ വാക്കാണ് ബറഅ എന്നാണ്. സൃഷ്ടിച്ചു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബറഅ. അതിൻ്റെ ഫായിലാണ് ബാര്യ, സൃഷ്ടിക്കുന്നവൻ, അൽ ബാര്യ. ഇബ്ൻ ഹജർ അസ്ഖലാനി അദ്ദേഹം സഹീഹ് ബുഖാരിക്ക് നൽകിയ വിശദീകരണത്തിന് പേരെന്താണ്? ഫത്ഹു അൽ ബാരി ഫി ഷർഹി സഹീഹുൽ ബുഖാരി. ഫത്ഹുൽ ബാരി ഫി ഷർഹി സഹീഹുൽ ബുഖാരി. പണ്ഡിതന്മാർ പൊതുവെ അവരുടെ കിതാബുകൾ ഒരു സജയിൽ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള തലക്കെട്ട് നൽകുന്നത് കാണാം. പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള തലക്കെട്ട് നൽകുക എന്നുള്ളത് പൊതുവെ പണ്ഡിതന്മാരുടെ ശൈലിയാണ്. അതാണ് ഫത്ഹുൽ ബാരി ഫി ഷർഹി സഹീഹുൽ ബുഖാരി. ഫത്ഹുൽ ബാരി അള്ളാഹു നൽകിയ ഫത്ഹാണിത്. ഈ കിതാബ് വിശദീകരിക്കാൻ പണ്ഡിതന്മാർ പൊതുവെ നൽകുന്നതാണല്ലോ അങ്ങനെ തലക്കെട്ട്. അങ്ങനെ നൽകാവൂ എന്നില്ല, പക്ഷെ അങ്ങനെ പൊതുവെ പണ്ഡിതന്മാർ നൽകുന്നത് കാണാം. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബിൻ്റെ പേര് അസ്സാരിമുൽ മസ്ലൂൽ അല ഷാതിമുർ റസൂൽ. സാരിമുൽ മസ്ലൂൽ അല ഷാതിമി റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞവനെതിരിൽ ഊരിപ്പിടിച്ച വാൾ എന്നാണ് ആ കിതാബിൻ്റെ പേരിൻ്റെ അർത്ഥം. സാരിമുൽ മസ്ലൂൽ അല ഷാതിമുർ റസൂൽ. ഷെയ്ഖുൽ ഇസ്ലാമിന് തന്നെ ഉള്ള മറ്റൊരു കിതാബാണ് അൽ കലിമു തയ്യിബ്. കലിമു തയ്യിബ് ദിക്റുകൾ വിവരിക്കുന്ന കിതാബാണ്. അതിൻ്റെ വിശദീകരണമായി
എഴുതപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. ഇബ്നുൽ ഖയ്യിമിൻ്റെ ഒരു ഗ്രന്ഥം അൽ വാബിലു സയ്യിബ് ഫി ഷർഹി അൽ കലിമു തയ്യിബ്. അൽ വാബിലു സയ്യിബ്, വാബിലു സയ്യിബ് എന്നാൽ സമൃദ്ധമായി പെയ്യുന്ന മഴയാണ്. അൽ വാബിലു സയ്യിബ് ഫി ഷർഹി കലിമു തയ്യിബ്. കലിമു തയ്യിബ് എന്ന നല്ല വാക്ക്. അപ്പോൾ ഈ സജ്ജ ഒപ്പിച്ച് പ്രാസം ഒപ്പിച്ച് ഗ്രന്ഥത്തിന് പേര് നൽകേണ്ടത് പൊതുവെ ഉള്ള ഒരു ശൈലിയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഭാര്യയിലേക്ക് ഖേദിച്ചു മടങ്ങൂ എന്ന് പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട്. എന്താണത്? ആ ഭാര്യയായ നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനെ വിട്ടിട്ടാണ് ഈ ഐജീലിൻ്റെ പശുക്കുട്ടിയെ നിങ്ങൾ ഇബാദത്ത് ചെയ്ത്. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടാവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഫഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുക. ജാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻദ ബാരിക്കും, നിങ്ങളുടെ ഭാര്യയായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അരികിൽ. ഫതഅബ അലൈക്കും, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു, നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവനാണ് ഏറ്റവും നന്നായി തൗബ സ്വീകരിക്കുന്നവൻ, ഏറ്റവും കരുണ ചൊരിയുന്നവൻ. ഇതായിരുന്നു ഇസ്രായേലിയർക്ക് അള്ളാഹു നിശ്ചയിച്ച തൗബ. അവർ പരസ്പരം ആയുധങ്ങളെടുത്ത് കൊല്ലുക, പരസ്പരം കൊല്ലുക. ഇതായിരുന്നു അള്ളാഹു നിശ്ചയിച്ച തൗബ. എങ്കിലേ അള്ളാഹു എന്ത് പുറത്തു കൊടുക്കൂ എന്ന് പറഞ്ഞു? പശുക്കുട്ടി ആരാധിച്ചത് പുറത്തു നൽകൂ എന്ന് പറഞ്ഞു. കടുത്ത തൗബക്കുള്ള ഷർത്താണ് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചത്. തഫ്സീറുകളിൽ കാണാം, മൂസ അലൈഹിസ്സലാം അവരോട് അത് കൽപ്പിച്ചു, അങ്ങനെ അതവർ നടപ്പിലാക്കിയെന്നാണ്. പരസ്പരം വെട്ടി കൊലപ്പെടുത്തി, ഒരുപാട് പേർ മരിച്ചു വീണു. പിന്നീട് അള്ളാഹു അവർക്ക് പുറത്തു നൽകി എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ആയത്ത് ചിന്തിച്ചാൽ, ഈ സംഭവം ആലോചിച്ചാൽ, അള്ളാഹു ഈ ഉമ്മത്തിന്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അള്ളാഹു അവർക്ക് നൽകിയ റഹ്മത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണത്? ഈ ഉമ്മത്തിൽ എങ്ങാനും ഒരാൾ മുർത്തദ്ദായി പോയി എന്ന് സങ്കല്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ മുർത്തദ്ദായി പോയി, നഊദു ബില്ലാഹ്, ഇസ്ലാമിൽ ഒരാൾ പുറത്തുപോയി, ശിർക്ക് ചെയ്തു, ഇതുപോലെ ഒരു കാളക്കുട്ടിയോ പശുവിനോട്ട് ആരാധിച്ചു. അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുകയുള്ളൂ. അത് മാത്രമേ വേണ്ടതുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ റിദ്ദത്തിന് തൗബയായി അവൻ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ മറ്റൊന്നും നിശ്ചയിച്ചിട്ടില്ല. പരസ്പരം സ്വന്തത്തെ കൊല്ലുകയോ മറ്റോ ചെയ്യണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അഥവാ അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ആണ് ഞാൻ പറഞ്ഞത്. തൗബയുടെ നിബന്ധനയായി അള്ളാഹു അത് വെച്ചിട്ടില്ല. അങ്ങനെ ഇസ്ലാമിൽ മുർത്തദ്ദായി പോയ ശേഷം തിരിച്ചു വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം മുർത്തദ്ദികളായി പോയ ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും തിരിച്ചു വന്നിരുന്നു, പലരും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എത്രയോ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച അസ്ലിയായി മുസ്ലിമായി ജീവിച്ചു പിന്നെ നിരീശ്വരവാദിയും മറ്റുമായി പോയി പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ നിന്ന് സംശയിച്ച് പുറത്തേക്ക് പോയ ആളുകളോട് നമുക്ക് പറയാനുള്ളത് അതാണ്: അഹങ്കാരം അവസാനിപ്പിക്കുക, നീ തിരിച്ചു വരൂ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്. മരണം പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരിക. ഈ ആളുകൾ പലപ്പോഴും, പല ചെറുപ്പക്കാരും ദീൻ ഉപേക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു ശുഭത്തിൻ്റെ പേരിലായിരിക്കും, ഒരു സംശയത്തിൻ്റെ പേരിൽ. അവൻ ആ കാര്യം ക്ലിയർ ആയില്ല. ഞാൻ പറഞ്ഞത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ പോയ ആളുകളെക്കുറിച്ചല്ല, സംശയത്തിലകപ്പെട്ടു പോയവരെ കുറിച്ചാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതം തന്നെ, അവൻ്റെ തബഅ തന്നെ വൃത്തികെട്ടതായിരിക്കും. അവന് ഹറാമുകൾ സുലഭമായി ചെയ്യാൻ, തോന്നിയതുപോലെ ജീവിക്കാൻ സാധിക്കണം. അതിനവൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല ദീൻ ഏതാണ്? നിരീശ്വരവാദികളുടെ ദീനാണ്. ഒരു നിയന്ത്രണമില്ല, എങ്ങനെയും ജീവിക്കാം, എന്ത് വൃത്തികേടും ചെയ്യാം. വൃത്തികേടുകൾ കൂടുതൽ ചെയ്യുന്നവനായിരിക്കും ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടുന്നവൻ. ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും ഏറ്റവും വലിയ നേതാവാകുന്നത്. അതുകൊണ്ട് ആ ദീൻ തിരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാവും. പക്ഷേ അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് എന്തെങ്കിലും ഒരു ശുഭത്തിൻ്റെ പേരിൽ ഈ ദീൻ ഉപേക്ഷിച്ച് ഒരാശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് ഉപേക്ഷിച്ച് പോയവനോട് നമുക്ക് പറയാനുള്ളത്, നീ ഒന്ന് ചിന്തിക്കുക. നീ ഒന്ന് ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേര്, അത് തന്നെ നീ ശരിക്കും പഠിക്കാത്തതുകൊണ്ട്, ചോദിക്കേണ്ടവരോട് നീ ചോദിക്കാത്തതുകൊണ്ട്, അള്ളാഹുവിൽ നീ അഭയം തേടാത്തത് കൊണ്ട്, നീ അള്ളാഹുവിനോട് നീ ഇത് പഠിപ്പിച്ചു തരാൻ, ഹിദായത്തിന് എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ഒന്ന് ദുആ ചെയ്ത് നോക്കുന്നു, പ്രാർത്ഥിച്ചു നോക്കൂ. അതിലേക്ക് എന്നെ നയിക്കണേ എന്ന് തേടി നോക്കൂ. അങ്ങനെ തേടി ഹിദായത്തിൽ ആയ ആളുകളുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സീറയിൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എന്താണുള്ളത്? അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്.
അള്ളാഹുവെ ഇത് സത്യദീനാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ നീ അതിലേക്ക് നയിക്കണേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ചിലർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി പറഞ്ഞു എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം എന്തുണ്ട്? സഹോദരൻ്റെ മകനാണ്. ദീന് പറയാലും ആ സ്നേഹം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് രൂക്ഷമായ മറുപടി പറഞ്ഞു, ഞാനും അതിലുണ്ട് എന്ന്. അദ്ദേഹം അതിലല്ലാതെ തിരിച്ച് പറഞ്ഞു എന്താണ്, ഞാനും ഉണ്ട്, എന്ത് ചെയ്യും എന്ന രൂപത്തിൽ പറഞ്ഞു. ശരിക്കും അദ്ദേഹം മുസ്ലിം ആയിട്ടില്ലേ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി. ഇസ്ലാമിൻ്റെ പടയാളികളിൽ അദ്ദേഹം ഉൾപ്പെട്ടു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്ന ചരിത്രത്തിൽ അതിൻ്റെ സനദിനെ കുറിച്ചൊക്കെ പല ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പക്ഷേ ചരിത്രത്തിൽ അറിയപ്പെട്ട സംഭവമാണ്. ഉമർ വാളുമായി വന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന നബിയും സഹാബത്തും ഇരിക്കുന്ന മജ്ലിസിലേക്ക്. അപ്പോൾ ചില ആളുകൾ, ഉള്ളിലുള്ള ആളുകൾ പേടിച്ചുപോയി. അവർ പറഞ്ഞു, പുറത്താരാളുള്ളത്? ഇപ്പോൾ പുറത്ത് ഉമറാണുള്ളത്, വാളും പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു അലം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് എന്നാണ്. അവന് വാതിൽ തുറന്നു കൊടുത്തേക്ക്. നല്ല ആൾക്കാണെങ്കിൽ നമുക്ക് നല്ല ആൾക്ക് സ്വീകരിക്കാം, അല്ല ഷർറിനാൾ വന്നെങ്കിൽ അവൻ്റെ വാളുകൊണ്ട് നമ്മൾ അവനെ തീർക്കും എന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പം നോക്കൂ, ആളുകൾ ഹിദായത്തിലേക്ക് അള്ളാഹുവിനോട് തേടുക, ഹിദായത്തിൽ ലഭിക്കാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ, സംശയങ്ങൾ ദൂരീകരിക്കാൻ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സംശയത്തിൽ അകപ്പെട്ട ആളുകളോട് നമ്മൾ പറയട്ടെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കി, നീ അകപ്പെട്ട അവസ്ഥ ഇതിൽ നിന്റെ ശുഭഹത്ത് തീരുകയാണോ ചെയ്തത്? അതല്ല ആശയക്കുഴപ്പങ്ങളുടെ ചെളിക്കുഴിയിൽ നീ ആണ്ടുപോവുകയാണോ ചെയ്തത്? നിരീശ്വരവാദികളുടെ, മതനിഷേധികളുടെ ദീൻ എന്ന് പറഞ്ഞാൽ ആ ദീൻ ഒന്നാകെ ആശയക്കുഴപ്പങ്ങളാണ്. നീ എങ്ങനെയാണ് വന്നത്? ഈ ലോകം എങ്ങനെ ഉണ്ടായത്? ഒരുത്തൻ പറയുന്നു അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായതാണ്. ഒരു ചെറിയൊരു സൂചി പൊട്ട് പോലെ, ഒരു സൂചി മുനയേക്കാൾ വളരെ ചെറുതായിരുന്നത്ര ഈ ലോകം, പെട്ടെന്നൊരു ചങ്ങ് പൊട്ടിത്തെറിച്ചപ്പോൾ പിന്നെ ഈ ലോകമൊക്കെ ഉണ്ടായിത്തീർന്നു. ആദ്യം ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നു ഉണ്ടായത്. പിന്നെ തനിയെ എവിടെയോ ഒരു പുഴയിൽ, ഒരു വെള്ളത്തിൽ പൊടുന്നനെ ജീവൻ ഇങ്ങനെ മുളപൊട്ടി. പൊടുന്നനെ പിന്നീട് പെട്ടെന്ന് യാദർച്ഛികമായി എന്തുണ്ടായി? അത് മറ്റൊരു ജീവിയായി മാറി. അതിൽ നിന്ന് പിന്നെ 4 കാലുള്ളതുണ്ടായി, 2 കാലുള്ളതുണ്ടായി, കുരങ്ങനുണ്ടായി, അതിൻ്റെ മനുഷ്യനായി മാറി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തികച്ചും യാദൃശ്ചികം. അപ്പോൾ ഇവൻ്റെ ഖാലിഖാരാൻ പൊടുന്നനെ, യാദൃശ്ചികം, അതാണ് അവൻ്റെ ഖാലിഖ്. ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് ആശയക്കുഴപ്പങ്ങൾ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എങ്ങനെയാണ് അവൻ മരിക്കുന്നത്? മരിച്ചിട്ട് എങ്ങോട്ടാണ് അവൻ പോകുന്നത്? ഈ ലോകത്തിന് എന്ത് അർത്ഥമാണുള്ളത്? മുഴുവൻ ഒന്നാകെ ആശയക്കുഴപ്പങ്ങൾ. അതിൻ്റെ പടുകുഴിയിലാണ് അവൻ പോയി പെട്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് അവൻ പോയത് എന്തിൻ്റെ പേരിലാണ്? ഒരു സംശയത്തിൻ്റെ പേരിൽ. എന്നിട്ട് അവൻ അവിടെ എത്തിയിട്ട് ആ സംശയം തീരാണ് ചെയ്തത്? അല്ല, അതിനേക്കാൾ എത്രയോ വലിയ സംശയങ്ങളുടെ പടുകുഴിയിൽ അവൻ ആണ്ടുപോവുകയാണ് ചെയ്തത്. അവൻ ചിന്തിക്കുന്നില്ല, അവൻ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞു, നീ ആലോചിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ അൻ തഖൂമു ലില്ലാഹി മസ്ന വഫുറാദ ثم തതഫക്കറു മാ ബിസാഹിബികും മിൻ ജിന്ന. നിങ്ങൾ ഒറ്റക്കും 2 പേരായി ഒക്കെ നിന്ന് ആലോചിക്ക്. മാ ബിസാഹിബികും മിൻ ജിന്ന, ഇത് നിങ്ങളിലേക്ക് എത്തിച്ച നിങ്ങളുടെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് ഭ്രാന്തില്ല, അവിടുത്തെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ട് പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. നോക്കൂ, അങ്ങനെ ഒരാൾക്ക് തിരിച്ചു വരണോ? വളരെ എളുപ്പമാണ്. അള്ളാഹു നിന്റെ തൗബ സ്വീകരിക്കും. നീ എത്ര വലിയ തെറ്റിലകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും പോരാ, തീർന്നില്ല. നീ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും അവൻ്റെ റസൂലിനെയും കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നീ തൗബ ചെയ്താൽ അള്ളാഹു നിനക്ക് പുറത്തു വരും. അള്ളാഹു ഗഫൂറാണ്, അവൻ പുറത്തു വരുന്നവനാണ്. റഹ്മാനാണ്, അവൻ റഹീമാണ്, തിരിച്ചു വരും. ഒന്നും നിനക്കതിന് തടസ്സമല്ല. ഇതിൻ്റെ അഹങ്കാരമല്ലാതെ മറ്റൊന്നും അതിന് തടസ്സമല്ല. ഇൻഫി സുദൂരിഹിം ഇല്ലാ കിബ്റുൻ, അവരുടെ ഹൃദയങ്ങളിൽ കിബിർ മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. കിബിർ ഉപേക്ഷിക്കുക, തിരിച്ചു വരിക. അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ റഹ്മത്താണ്.
തൗബ ഈ ഉമ്മത്തിന് ഏറ്റവും എളുപ്പമാണ്. തൗബ ഏറ്റവും ഈ ഉമ്മത്തിന് എളുപ്പമാണ്. യാതൊരു പ്രയാസവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. ബാക്കിയുള്ള ഉമ്മത്തുകൾ നിങ്ങൾ നോക്കൂ, മറ്റുള്ള സമുദായങ്ങൾ നോക്കൂ. തൗബ എത്ര പ്രയാസമാണ് അവർക്ക്. ആളുകളുടെ മുന്നിൽ പോയി കുമ്പസരിക്കണം, എന്തൊക്കെയോ ചെയ്തു കൂട്ടണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അബദ്ധം പറ്റിയോ മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അള്ളാഹു പുറത്തു തരും. അത് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തു തരും. നീ മനസ്സറിഞ്ഞ് ആ തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്, ചെയ്തതിൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കേണു പറയൂ, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അള്ളാഹു അത് സ്വീകരിക്കും, സന്തോഷത്തോടെ അള്ളാഹു സ്വീകരിക്കും, ഏറ്റവും സന്തോഷിക്കും അവൻ. എന്നിട്ട് അള്ളാഹു പുറത്തു തരും, അതിന് പ്രതിഫലവും നൽകും. അതുകൊണ്ട് തിരിച്ചു വരിക. അപ്പോൾ നോക്കൂ, ഈ തെറ്റിന് ഇസ്രായേലർക്ക് അള്ളാഹു നൽകിയത് ഈ കടുത്ത നിബന്ധനയായിരുന്നു, അവർ പരസ്പരം കൊലപ്പെടുത്തുക എന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹു അത് അവർക്ക് പുറത്തു കൊടുത്തു. അവർക്ക് അത് പുറത്തു കൊടുത്തു. അവരെല്ലാവരും അതിൽ അകപ്പെട്ടിരുന്നില്ല. അതുപോലെ ഈ പരസ്പരമുള്ള കൊലപ്പെടുത്തലിൽ എല്ലാവരും കൊല്ലപ്പെട്ടും ഇല്ല, ഒരു വലിയ എണ്ണം അവരിൽ കൊല്ലപ്പെട്ടു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. റബ്ബ് അതേക്കുറിച്ചാണ് പറഞ്ഞത്, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അവൻ തവ്വാബാണ്, അവൻ റഹീമാണ്. തവ്വാബ് എന്നാൽ തൗബ ധാരാളമായി സ്വീകരിക്കുന്നത്. താബയുടെ യഥാർത്ഥ അർത്ഥം തിരിച്ചുപോയി മടങ്ങിയെന്നാണ്. അള്ളാഹുവിലേക്ക് മടങ്ങലാണ് തൗബ. അള്ളാഹുവിൽ നിന്ന് അകന്നതിന് ശേഷം അവനിലേക്ക് തിരിച്ചുപോക്കാണ് തൗബ. റബ്ബിൽ നിന്ന് അകന്ന് ശത്രുവിലേക്ക്, പിശാചിന്റെ കെണിയിലേക്ക് പോവുകയാണ് പാപി യഥാർത്ഥത്തിൽ ചെയ്തത്. തൗബ എന്നത് തിരിച്ച് റബ്ബിലേക്ക് പോകലാണ്. അള്ളാഹുലേക്ക് നീ തിരിച്ചു എന്നാൽ റബ്ബ് നിന്നിലേക്ക് തിരിച്ചു വരും, അള്ളാഹു നിന്നിലേക്ക് അടുക്കും. മൻ അതാനി മാഷിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഒരാൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. അവൻ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവരിലേക്ക് ഒരു ബാ അടുക്കും. ഷിബിർ, അതുപോലെ ദിറാ, ബാ എന്നൊക്കെ അറബികൾ സാധാരണ പറയുന്ന അളവുകളാണ്, അഥവാ ദൂരം അളക്കുന്ന അളവുകൾ. ഷിബിർ എന്നാൽ ഒരു കൈപ്പത്തിയുടെ അകലമാണ്. കൈയിൻ്റെ നടുവിരലിൻ്റെ അറ്റം മുതൽ താഴെ വരെ ആണ് ഷിബിർ. അതായത് കൈ ഇങ്ങനെ പിടിച്ചാൽ ഒരു വിരൽ തൊട്ട് അടുത്ത വിരൽ വരെ ഷിബിറാണ്. അതുപോലെ ദിറാ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നടുവിരൽ തൊട്ട് കൈയിൻ്റെ മുട്ട് വരെ, കൈയിൻ്റെ നടുവിരൽ തൊട്ട് കൈയിൻ്റെ മുട്ട് വരെയാണ് ദിറാ. ബാ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ ഒരു കൈ തൊട്ട് അടുത്ത കൈ വരെ, അതാണ് ബാ. ഈ അളവുകളാണ് ഹദീസിലുള്ളത്. നീ ഒരു ഷിബർ അടുത്ത അള്ളാഹു ഒരു ദിറാ എടുക്കും, ഒരു ദിറാ അടുത്ത അള്ളാഹു ഒരു ബാ എടുക്കും. അള്ളാഹുലേക്ക് നീ നടന്നു ചെന്നാൽ അള്ളാഹു നിന്നിലേക്ക് ഓടി വരും എന്നാണ് ഹദീസിലുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്റെ തൗബ സ്വീകരിക്കുന്നവനാണ്. നീ അവനിലേക്ക് മടങ്ങിയാൽ അവൻ നിന്നിലേക്ക് മടങ്ങും. അള്ളാഹു തൗവാബാണ്, അവൻ തൗബ ഇഷ്ടപ്പെടുന്നു. റഹീമുൻ, അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്, അടിമകൾക്ക് കരുണ ചൊരിയുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.